ഹായ് ദോസ്തോ, ഇന്ന് ഞങ്ങൾ തറവാട്ട് അമ്പലത്തിലത്തെ ഉത്സവമാണ്. ഇതാണ് സുനിജ അമ്മായി. സുനിജ അമ്മായി തൃശ്ശൂർ നമ്മൾ വീടിൻ്റെ അടുത്ത് തന്നെ താമസിക്കുന്നത്. അപ്പോൾ എല്ലാ വർഷവും ഞങ്ങൾ ഒന്നിച്ചാണ് ഈ ഉത്സവത്തിന് വരാറുള്ളത്. അമ്പലത്തിൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കാലത്ത് നമ്മൾ ഇവിടെ വന്നിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ഇവിടെ എത്തുമ്പോൾ ഒരു 7:30 ആയി നമ്മൾ. കാലത്ത് പിന്നെ 5 മണിക്ക് ഗണപതി ഹോമം ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഒരേ പൂജകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത്. നമ്മൾ ഇന്നലെ ഇവിടുന്ന് പോകാൻ ലേറ്റായി. കാരണം ഇന്നലെ ഇവിടെ ഭജന ഉണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലെത്താൻ കുറേ ലേറ്റായി. അതാണ് ഇന്ന് കാലത്ത് വരാൻ ലേറ്റായി പോയത്. ഈ ഉത്സവത്തിന് പിന്നെ എല്ലാവരും ഇവിടെ വരും. ഇവൻ കല്യാണം കഴിഞ്ഞ് പോയവരും പിന്നെ ഇന്ത്യയുടെ പുറത്ത് അല്ലെങ്കിൽ കേരളയുടെ പുറത്തുള്ളവരൊക്കെ ഇന്നത്തെ ദിവസം ഇവിടെ എത്തും. ഇവിടെ നാഗപൂജ ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെ വഴിപാടുള്ളവർക്ക് വഴിപാടും ചെയ്യാം. ഇപ്പോൾ ഓൾമോസ്റ്റ് 12 മണിയായി. അപ്പോൾ ഉച്ച പൂജയുടെ ടൈമാണ്. ഞാൻ ആദ്യം വീഡിയോ ഒന്നും എടുത്തില്ല. കുറച്ച് മാത്രമേ എടുത്തുള്ളൂ. അത് അപ്പോൾ എല്ലാവർക്കും കാണിക്കുക, ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. ഉച്ച പൂജ കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കും. ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ എല്ലാവരും ഒരു ബ്രേക്ക് എടുത്തിട്ട് വീട്ടിലേക്ക് പോകും. ഫ്രഷ് ആയിട്ടാണ് തിരിച്ച് വരാറുള്ളത്. ഭക്ഷണം പിന്നെ സദ്യയായിരുന്നു. പിന്നെ പായസം, ഗോതമ്പും പായസം ഉണ്ടായിരുന്നു. പിന്നെ അമ്പലത്തിൽ പൂജിച്ച് പാൽ പായസവും പിന്നെ ശർക്കര പായസവും ഉണ്ടായിരുന്നു. ജതിയുടെ അമ്മായി പിന്നെ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ താമസിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് വിളിച്ച് അവിടുന്ന് ഫ്രഷായി പോകാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ നമ്മൾ ഇവിടെ വന്ന് പിന്നെ കുറച്ച് നേരം ബ്രേക്ക് എടുത്ത് ഫ്രഷായിട്ട് ഒരു 6 മണിക്ക് അവിടുന്ന് ഇറങ്ങി. 6:30ക്കാണ് ദീപാരാധന. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് അമ്പലത്തിൽ എത്തണം. ഇതാണ് ജഗദീപിൻ്റെ അമ്മായി. അപ്പോൾ അമ്പലത്തിൽ എത്തിയതിന് ശേഷം നമ്മൾ ചായയും പഴംപൊരി ഉണ്ടായിരുന്നു. അപ്പോൾ ചായയും പഴംപൊരി കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടിയിട്ട് ഇവിടുത്തെ ദീപം, എല്ലാ സൈഡിലത്തെ ദീപങ്ങളൊക്കെ എല്ലാവരും കൂടിയിട്ട് കത്തിച്ചു. കുറച്ച് കഴിഞ്ഞാൽ ഫയർ വർക്ക്സ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു ഫയർ വർക്ക്സ് കാണാൻ വേണ്ടി. പിന്നെ ഞാനും എല്ലാവർക്കും ഇതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം 3-4 ഇയേഴ്സായിട്ട് കോവിഡിൻ്റെ അന്ന് തൊട്ടിട്ട് ഫയർ വർക്ക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ച് രാത്രി 10:30 ആയി വീട്ടിൽ പോകുമ്പോൾ.